ഇസ്തിഗ്ഫാർ എന്ന വിഷയം മദീന ഇമാം എന്ന് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി പ്രസംഗിച്ചപ്പോൾ ഞാൻ ഖുർആൻ പരിശോധിച്ച് നോക്കിയപ്പോൾ 155 തവണയാണ് ഖുർആനിൽ ഇസ്തിഗ്ഫാർ എന്ന പദം കണ്ടത്. 155 തവണ ഖുർആനിൽ ഇസ്തിഗ്ഫാർ എന്ന പദമുണ്ട്. അദ്ദേഹം ഇന്ന് സംസാരിച്ച വിഷയമാകുന്ന ഇസ്തിഗ്ഫാർ. നമ്മെപ്പോലത്തവർ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ലെങ്കിൽ ആര് ചെയ്യും? ഇന്ന് മദീന ഇമാം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്ന കാലഘട്ടമായി പോയിരിക്കുകയാണ് ഈ കാലഘട്ടം, അല്ലേ? പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരാൾക്ക് വ്യഭിചരിക്കണമെങ്കിൽ എത്ര മനക്കെടേണ്ടി വരും, അല്ലേ? ഇന്ന് വല്ല പ്രയാസമുണ്ടോ വ്യഭിചാരത്തിന്? ഇനി വ്യഭിചാരത്തിനോട് അടുക്കുന്ന റസൂല് പറഞ്ഞല്ലോ, കണ്ണിന് വ്യഭിചാരമുണ്ട്, ആ കണ്ണിലുള്ള വ്യഭിചാരം എന്താണ്? അന്നവർ, ആ കണ്ണുകൊണ്ട് അന്യ സ്ത്രീകളെ നോക്കലാണ്, അല്ലെങ്കിൽ അശ്ലീലം നോക്കലാണ്. ഈ നോട്ടത്തിന് പണ്ടത്ര പ്രയാസമുണ്ടല്ലേ? പണ്ടൊക്കെ ഒരു 50 കൊല്ലം മുമ്പൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നോ ഈ സാധനം മുമ്പിലുണ്ട്. ഇതിൽ തുണി അഴിച്ച് ചാടുന്നവരെ കാണാം. തുണി അഴിച്ച് ചാടുന്നുണ്ടല്ലോ, എനിക്കാൾ അപ്പുറം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുവരെ കാണാം, അശ്ലീലങ്ങൾ വരെ കാണാം. അപ്പോൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളതായ കഴിവ് എന്തിലൂടെ കിട്ടും? ദീനീ സംരക്ഷണം, ദീനീ കൊഴുപ്പ്, ദീനീ കഴിവ് കെൽപ്പ്, അല്ലാഹുവിലുള്ള വിശ്വാസം, അല്ലാഹുവിലുള്ള തഖ്വ, ഹജ്ജിലൂടെ വരുന്ന തഖ്വ, ഉംറയിലൂടെ വരുന്ന തഖ്വ, റമളാനിലൂടെ കിട്ടുന്ന തഖ്വ, നമസ്കാരത്തിലൂടെ കിട്ടുന്ന തഖ്വ, ആ തഖ്വയിൽ കൂടി മാത്രമേ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹ് കാത്ത് രക്ഷിക്കട്ടെ. ഇല്ലെങ്കിലോ ഞാനും നിങ്ങളും എല്ലാം മഹാ അപകടത്തിൽപ്പെട്ടു പോകും. ഇസ്തിഗ്ഫാർ ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിട്ടില്ലെങ്കിൽ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പണ്ട് തന്നെ എത്ര 5000, 6000, 7000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം ഏകദേശം. നൂഹ് നബി അലൈഹിസ്സലാം 1000-ൽ പരം കൊല്ലമാണ്. 1000 സനത്തിൻ ഇല്ലാ 50 ആമ, 950 കൊല്ലമാണ് പ്രബോധനം ചെയ്തത്. അള്ളാഹു റസൂൽ നമ്മുടെ നേതാവ് പ്രബോധനം ചെയ്തത് എത്ര കൊല്ലമാണ്? 23 കൊല്ലം. 23 കൊല്ലം, അല്ലേ? അതിൻ്റെ ബർക്കത്ത് ഇന്ന് വരെ നാം കാണുന്നു. എന്നാൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്ത് ചെയ്തു. അള്ളാഹു പറയുന്നു, എന്നിട്ട് ആ ഖൗമിനോട് ദൈനംദിനം രാവിലെ ഉണരാം, എന്നിട്ട് കല്ലേറ് കൊള്ള, ഇടികൊള്ള, അടികൊള്ള, ചിലപ്പോഴൊക്കെ പിടിച്ച് അടിച്ച് ചവറ്റ് കൊട്ടയിലേക്ക് കയറിയ. ഇതൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ വൃത്തിയാക്കി മൂപ്പര് വീണ്ടും മടങ്ങി പോകും. നാളെ രാവിലെ ഇതും അതേ ഡ്യൂട്ടി. അത് 1 ദിവസമോ 2 ദിവസമോ 10 ദിവസമോ 1 കൊല്ലമോ 10 കൊല്ലമോ 100 കൊല്ലമോ അല്ല, 950 കൊല്ലം. എന്തെങ്കിലും പറയലല്ലോ, അള്ളാന്റെ കലാമാ പറയുന്നത്. 1000 സനത്തിൻ ഇല്ലാ 50 ആമ. എത്രയാണ്? ശരിക്കും ക്ലിയറായിട്ട് അത് പറയാണ്. 1000 കൊല്ലം 50 ഒഴിച്ച്. എന്തായാലും അർത്ഥം 950 കൊല്ലോ, 950 കൊല്ലോ. എന്നിട്ട് മഹാനായ നൂഹ് പറയുകയാണ്, ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലയോ സമൂഹമേ, നിങ്ങൾ അല്ലാഹു അല്ലാത്തതായ ആ വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ പോലത്തതായ മഹാത്മാക്കളായ സാലിഹുകളെ അവരുടെ ഖബർ കെട്ടിപ്പൊക്കിയതിന്റെ ശേഷം അതിന്റെ മീതെ പ്രതിമകൾ ഉണ്ടാക്കി അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന മഹാപാപം കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ അള്ളാഹിനോട് തുല്യപ്പെടുത്തിയ ആ മഹാപാപം ചെയ്ത വിഭാഗത്തോടാണ് നൂഹ് നബി പറയുന്നത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ ഈ പാപത്തിന് നിങ്ങൾ അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കുക. ഇന്നഹു കാന ഗഫാറാ, മഹാനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നിങ്ങൾക്ക് പൊറുത്തു തരുന്ന ആളാണ്. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا. നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നിട്ട് മഴ വർഷിക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കാനും നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ സാധിക്കും. മദീന ഇമാമ പറഞ്ഞ ഇസ്തിഗ്ഫാറാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇസ്തിഗ്ഫാർ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയാം. രാവിലെ ഉണർന്നുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് അൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അല്ലെങ്കിൽ രാവിലെ ഉണർന്ന സമയത്ത് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ എന്ന് ശേഷം മക്ക ഇമാം പറഞ്ഞതുപോലെ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുക. അപ്രകാരം രാത്രി അഥവാ
അർദ്ധരാത്രി ഉണർന്നാൽ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ അർദ്ധരാത്രി ഇങ്ങനെ ഞെട്ടി ഉണർന്നാൽ അദ്ദേഹം വീണ്ടും പോയി ഉറങ്ങേണ്ടതല്ല. അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്ന വേളയിൽ നമുക്ക് ഉണർച്ച വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നിട്ട് നീ എന്ത് പ്രാർത്ഥിച്ചാൽ അല്ലാഹു നിന്റെ പ്രാർത്ഥന ഉത്തരം ചെയ്യും. നീ പാപമോചനം തേടിയാൽ നിനക്ക് അല്ലാഹു പാപമോചനം നൽകും. നീ അല്ലാഹ്ക്ക് നിസ്കരിച്ചാൽ അത് അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ കേട്ടതെല്ലാം ഇന്ന് നിങ്ങൾ മദീന മിമ്പറിന്റെ മീതെ വെച്ച് മദീന ഇമാം പറഞ്ഞ ഭാഗമാണ്. അത് റിപ്പോർട്ട് ചെയ്തത് ആരാണെന്നറിയാമോ? റവാഹുൽ ബുഖാരി. ആരാണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എത്ര എളുപ്പത്തിൽ കിട്ടുന്ന, പ്രയാസമില്ലാതെ കിട്ടുന്ന പല ചാൻസുകൾ നാം കരുതിക്കൂട്ടി നാം അത് ഉപയോഗപ്പെടുത്തുന്നില്ല, അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അത് അള്ളാഹു പറയുന്നു, നൂഹ് നബി അവരോട് പറഞ്ഞ വാക്കാണ്. നിങ്ങൾ അങ്ങനെ അള്ളാഹിനോട് പോർക്കൊല്ല ചോദിക്കുകയാണെങ്കിൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, പിന്നെ എന്ത് കിട്ടും? നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ വയുംദിദുക്കും ബിഅംവാലിൻ, നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിച്ചു കിട്ടും. ഓ ബനീന, നിങ്ങൾക്ക് സന്താനം വർദ്ധിച്ചു കിട്ടും. ഞാൻ ഈ പ്രസംഗം ഏതോ ഒരു വർഷത്തിലും 5-8 കൊല്ലം മുമ്പ് പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ക്ലാസ് മെമ്പറിൽ കുട്ടിയില്ലാത്ത ഒരാളുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നില്ല. അയാൾ എന്ത് ചെയ്തു? അയാൾക്ക് 10 കൊല്ലം 8 കൊല്ലമായിട്ട് കുട്ടിയില്ലാതാണ്. അങ്ങനെ ഇത് കേട്ടപ്പോൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ കുട്ടിയെ കിട്ടുമെന്ന ഈ പദം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ അയാളും ഭാര്യയും കൂടി അന്ന് മുതൽ എന്ത് ചെയ്തു? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ ആരംഭിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു, മൗലവി ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ്? ഒരു പക്ഷേ അയാളെ സദസ്സിലുണ്ടായിരിക്കാം. സന്തോഷ വാർത്തയുണ്ട്, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ഞാൻ ഇപ്പോൾ നിങ്ങൾ പണ്ട് പ്രസംഗിച്ചതനുസരിച്ച്, ആ ക്ലാസ്സിൽ കേട്ടതനുസരിച്ച് ഉപദേശം ഞങ്ങൾ 2 പേരും ഫിറ്റാക്കി കഴിവിൻ്റെ പരമാവധി രാവിലെയും വൈകുന്നേരവുമായിട്ട്, രാത്രിയും പകലുമായിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെയോ മിനിയാന്നോ പറഞ്ഞു 3ാമത്തെ ഗർഭമാണ് ഇപ്പോൾ. അപ്പോൾ 3 കുട്ടിയായി ഇപ്പോൾ എന്നർത്ഥം. 10 കൊല്ലം ഏകദേശം കുട്ടിയില്ലാത്ത മനുഷ്യൻ ഇസ്തിഗ്ഫാർ വർദ്ധിച്ചപ്പോൾ കുട്ടി ഉണ്ടായി എന്ന സന്തോഷ വാർത്തയാണ്. അതുകൊണ്ട് നൂഹ് നബി പണ്ട് സമൂഹത്തോട് പറഞ്ഞതാണ്, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കൽ ചോദിച്ചാൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിച്ചു കിട്ടും, നിങ്ങൾക്ക് സന്താനം കിട്ടും എന്ന്. അതുകൊണ്ട് അള്ളാഹ് ഒരാൾക്ക് സന്താനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ പല മാധ്യമങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഉമ്മത്ത് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്ന് ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും മദീന ഇമാം പറഞ്ഞതായ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ ആ സകലം ഏത് സന്ദർഭത്തിലും അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത് ഒഴിവാക്കരുത്. എന്തുകൊണ്ട്? നാം പണ്ടേത് കാലഘട്ടത്തിലും ഇല്ലാത്ത രൂപത്തിൽ തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു യുഗത്തിലാണ് നാം. പണ്ട് കാലഘട്ടങ്ങളിൽ ഇല്ലാത്ത തെറ്റുകൾ, ഇല്ലാത്ത രൂപത്തിലുള്ള തെറ്റുകൾ ഇപ്പോൾ എല്ലാ ഭാഗത്തിൽ പരിശോധിച്ചാൽ തെറ്റുകളില്ലാതെ രക്ഷപ്പെടാൻ സാധ്യതയില്ല. പട്ടണത്തിൽ പോയാലും തെറ്റ്, മണിയറയിൽ കടന്നാലും തെറ്റ്, മണിയറയിൽ ഉറങ്ങാൻ കടന്നാലേ തെറ്റ്. എന്തേ? ഈ സാധനം കൂടെ ഉള്ളത് കൊണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തെറ്റ് എപ്പോഴും തെറ്റ് കാണാനുള്ളതായ, തെറ്റ് ചെയ്യാനുള്ളതായ, തെറ്റ് കേൾക്കാനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷമുള്ള യുഗമായതുകൊണ്ട് പണ്ടേത് കാലഘട്ടത്തിലും ഇല്ലാത്ത രൂപത്തിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട യുഗമാണ് ഈ യുഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നു പോയതായ സർവ്വ ചെറുതും വലുതുമായ പാപങ്ങളെ അല്ലാഹു നമുക്ക് പുറത്തരട്ടെ. ചെറുതും വലുതുമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം എന്നിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പറയാണ്. റസൂലിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോയ പാപങ്ങളെയും വരാൻ പോകുന്ന പാപങ്ങളെയും നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നു എന്ന് അല്ലാഹ് റസൂലിനോട് ഖുർആനിൽ കൂടി സൂറത്തുൽ ഫത്ഹിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറഞ്ഞതായ ആ റസൂലുള്ള അള്ളാന്റെ മുമ്പിൽ സുജൂദിൽ വരെ കിടന്നുകൊണ്ട് ചെറുതും വലുതും എല്ലാം ഈ മനുഷ്യരിലുണ്ട് എന്ന ആ താഴ്മയുടെ പദം നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രാർത്ഥന ഉപയോഗിക്കുന്നു എന്നർത്ഥം. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ സർവ്വ പാപങ്ങളെ ഞങ്ങൾക്ക് നീ മാഫി ചെയ്തു തരണ രക്ഷിതാവേ. ഞങ്ങൾ മരണപ്പെടുന്ന വേളയിൽ പാപമോചിതരായി മരണപ്പെടേണ്ടതായ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ രക്ഷിതാവേ. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസീയത്ത് ചെയ്തതായ എൻ്റെ ശബ്ദം കേൾക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ, പ്രയാസങ്ങൾ ദൂരപ്പെടുത്തണ രക്ഷിതാവേ. ഉദ്ദേശങ്ങൾ നിറവേറ്റണ രക്ഷിതാവേ. രോഗങ്ങളെ മാറ്റണ രക്ഷിതാവേ. അവർക്കും ഞങ്ങൾക്കുമെല്ലാം മതത്തിൽ ഈ ദീനിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് നിന്നെ മാത്രം ആരാധിച്ച്
സാധിച്ച് നിനക്ക് മാത്രം നേർച്ചയാക്കി അറുത്ത് നിന്റെ മാത്രം വിധി വിലക്കുകളെ ജീവിതത്തിലും നാട്ടിലും വീട്ടിലും മറ്റും പകർത്തി നിന്നെ പ്രീതിപ്പെടുത്തി ഞങ്ങൾക്ക് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ നാഥ. അതിനനിവാര്യമായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷിയും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ രക്ഷിതാവേ. നിന്റെ മതത്തിൽ അടിയുറച്ച് ജീവിക്കുന്നതായ സന്താനങ്ങളെ വാർത്തെടുക്കാനുള്ള തൗഫീഖ് ചുറ്റുപാട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം രക്ഷിതാവേ. അപ്രകാരം ഞങ്ങളുടെ ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാരെ എല്ലാം ആ രൂപത്തിൽ ശിക്ഷണം നൽകി വളർത്താനുള്ള ചുറ്റുപാട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം രക്ഷിതാവേ.